വിവാഹം കഴിഞ്ഞ 6-ാം ദിനമാണ് വിനയിയെയും ഹിമാൻഷിയെയും തേടി ആ ദുരന്തം എത്തുന്നത്. നെഞ്ചിൽ ചെറിയൊരു വേദനയോടെയല്ലാതെ ആർക്കും ഈ ചിത്രം കാണാൻ കഴിയില്ല. മധുവിധു ആഘോഷിക്കാനായി യാത്രയിലായിരുന്ന വിനയ് കഴിഞ്ഞ ദിവസമാണ് ഹിമാൻഷിക്കൊപ്പം കാശ്മീരിലെത്തിയത്. പിന്നെ കണ്ടതോ തന്റെ ഭർത്താവിന്റെ മൃതദേഹത്തിനടുത്ത് വിറങ്ങലിച്ചു നിൽക്കുന്ന ആ യുവതിയുടെ ചിത്രം. കൊല ചെയ്യപ്പെട്ടവരിൽ മറ്റൊരാളാണ് ശുഭം ദ്വിവേദി. ഒരു വർഷം മുൻപ് വിവാഹം കഴിഞ്ഞ ഇദ്ദേഹവും ഭാര്യ ഐശ്വര്യയും ബന്ധുക്കളും കാശ്മീരിലെത്തിയതായിരുന്നു. തോക്കു ചൂണ്ടി പേര് ചോദിച്ച ശേഷമാണ് ശുഭം ദ്വിവേദിയെ വെടിയുതിർത്ത് കൊല്ലുന്നത്. അതോടെ ഭാര്യ ഐശ്വര്യ തന്നെയും വെടിവെച്ച് കൊല്ലണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ അതിന് തയ്യാറാകാതിരുന്ന ഭീകരർ തങ്ങൾ ചെയ്ത കാര്യങ്ങൾ പോയി സർക്കാരിനെ അറിയിക്കാൻ നിർദ്ദേശിച്ചെന്നും ഐശ്വര്യ പറയുന്നു. പേര് കേട്ട ശേഷം മതം നോക്കിയ ആളുകളെ കൊന്നൊടുക്കുന്ന ആ മനുഷ്യരെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? തങ്ങൾ ചെയ്ത തെറ്റ് എന്താണെന്നറിയാതെ പഹൽഗാമിൽ 26 നിരപരാധികളാണ് മരിച്ചു വീണത്. ഇതിൽ ഒരു മലയാളിയും ഉൾപ്പെടുന്നു. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഒരു രാജ്യം മുഴുവൻ ഇവർക്ക് വിട ചൊല്ലുകയാണ്.